ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു സയൻസ് പ്രോജക്റ്റിൻ്റെ ബേസ് ചെയ്തുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മുടെ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോളിസിസിൽ നമ്മൾ ഈ കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് യൂട്ടൻസിൽ തുരുമ്പ് വന്ന് റസ്റ്റ് കയറിയിരിക്കുന്ന കുറച്ച് യൂട്ടൻസിൽസ്, അതായത് നമ്മൾ ഈ ഹൗസ് ഹോൾഡായിട്ട് യൂസ് ചെയ്യുന്ന കത്തി, കുമ്മായ കത്തി, മണ്ണിളക്കുന്ന മാന്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഇലക്ട്രോളിസിസ് വഴി തുരുമ്പ് കളയാമെന്നുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്നെ കൊണ്ടാവും പോലെ ക്ലാരിറ്റിയിൽ മാക്സിമം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഒരു വുഡൻ റോഡ് എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണം, അതാണ് നമ്മൾ ടോപ്പിൽ വെച്ചിരിക്കുന്നത് ട്രെയിനിൻ്റെ മുകളിലായിട്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രോളിസിസിൽ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളായിട്ട് ഒഴിക്കാനുള്ള ഒരു ട്രേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് സെക്ഷൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പോസിറ്റീവ്. അപ്പോൾ അതിൽ കാത്തോഡ് ആനോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വുഡൻ റോഡിൽ അതിൽ എല്ലാത്തിൻ്റെയും കൂടെ നെഗറ്റീവ് കണക്ഷൻ, അതായത് നമ്മൾ ഏത് ഇതിലാണ് തുരുമ്പുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ടെർമിനലാണ് അതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഇതിലും പോസിറ്റീവ് ടെർമിനൽ ഒരു പീസും, പിന്നെ ഒരു പവർ സോഴ്സാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ, ഒരു പഴയ ഒരു ട്രാൻസ്ഫോമർ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ 12 വോൾട്ടിന് എന്തെങ്കിലും അഡാപ്റ്റർ ആയാലും നമുക്ക് മതി. ഇത് 12 വോൾട്ടിൻ്റെ ഒരു 12 വോൾട്ട് 2 ആംപ്സ് വരുന്ന ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയത് ഞാൻ എടുക്കുകയാണ്. നമുക്കൊരു പഴയ ബ്രൈറ്റ് ലൈനിൻ്റെ ടോർച്ചിൻ്റെ ചാർജറോ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം 12 വോൾട്ടിൻ്റെ മിനിമം ചെയ്താൽ നല്ലതാണ്. പിന്നെ ആംപ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല. ആംപ്സ് കുറഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സ് കുറച്ച് സ്ലോ ആവുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസൊന്നും അതിന് വരാനില്ല. നമ്മളിപ്പം 2 hour പ്രോസസ്സ് ആണെങ്കിൽ അതൊരു 4 hour എടുക്കും, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഇതൊരു മെറ്റൽ പ്ലേറ്റിലേക്ക് ഞാൻ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നുണ്ട്. ആ മെറ്റൽ പ്ലേറ്റിലേക്കാണ് നമ്മുടെ തുരുമ്പ് മുഴുവൻ വന്നടിയുക. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് അതിൻ്റെ ഇലക്ട്രോൺസ് പാസ് ചെയ്യും. ആ ഇലക്ട്രോൺസിൻ്റെ കൂട്ടത്തിലാണ് എന്ത് പറ്റുക, തുരുമ്പും തിരിച്ച് വന്ന് ഇതിലേക്ക് പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലുള്ള തുരുമ്പ് മൊത്തം ഈ നമ്മുടെ പോസിറ്റീവ് അതിൽ വരും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വാഷിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. വാഷിംഗ് സോഡ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് അയക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും വാഷിംഗ് സോഡ, അത്യാവശ്യം മേടിക്കാൻ കിട്ടുന്നതാണ്, ഷോപ്പിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ അലക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. അത് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ കുപ്പിയിലിട്ട് ആദ്യം ഒരു 6 ടീസ്പൂണാണ് നമ്മൾ വാഷിംഗ് സോഡ എടുക്കുന്നത്. അതായത് ഒരു ഏകദേശം ഒരു 4 ലിറ്റർ കണക്കിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. അതായത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ എല്ലാ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും മുങ്ങണം രീതിയിൽ, തുരുമ്പുള്ള എല്ലാ ഐറ്റംസും അതിൽ മുങ്ങിക്കിടക്കണം. അതാണ് അളവ്. അപ്പോൾ വേറെ സ്പെഷ്യലി ഒരു കണക്ക് പറയാനൊന്നുമില്ല. ഏത് ടൈപ്പ് പാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ ഐറ്റം, ഇപ്പോൾ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐറ്റമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഐറ്റം മുങ്ങാനുള്ള വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അതിൻ്റെ പാത്രവും നമുക്ക് ചെറിയ ഒരു പാത്രം എടുത്താലും മതി. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും ടച്ച് ചെയ്യരുത്. അതായത് ഈ തുരുമ്പ് പിടിക്കാനുള്ള പാത്രവും അതായത് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഈ ഐറ്റവും നമ്മുടെ പോസിറ്റീവിൻ്റെ പ്ലേറ്റും തമ്മിൽ ഒരിക്കലും കോണ്ടാക്റ്റ് ഉണ്ടാവരുത്. ഇലക്ട്രോളിസിസ് വഴി മാത്രമേ ഈ കോണ്ടാക്റ്റ് വരാൻ പാടുള്ളൂ. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും അതിൽ ബോധർ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം നമ്മളിൽ ഒഴിച്ചിട്ട് ആ വാഷിംഗ് സോഡയുടെ 6 ടേബിൾ സ്പൂൺ, അതായത് ഒരു 4 ലിറ്റർ വെള്ളത്തിന് ഞാൻ 6 ടീസ്പൂണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെടുക്കുകയാണ്. ഇനിയിപ്പം ഞാനതിൽ 6 ടീസ്പൂൺ അതിൽ നിറച്ചിട്ടുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ 6 സ്പൂണായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഇലക്ട്രോലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യമേ ഒരു പാത്രത്തിൽ കലക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇതിൽ ഞാൻ ഇനട്ടിന് ശേഷം ഓട്ടോമാറ്റിക്കലി കലക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ഈ പ്രൊസീജിയറായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഞാനിപ്പോൾ ഇവിടുന്ന് എങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലിയിച്ചതിന് ശേഷവും ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാനിതിപ്പോൾ ജസ്റ്റ് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റായി. ഇനിയിപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് ഈ മെറ്റൽ പ്ലേറ്റിലേക്ക് ഇതിൻ്റെ ബബിൾസ് ഇങ്ങനെ പൊന്തി വരും. അതാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നുള്ള ചിഹ്നം. ഈ മെറ്റൽ പ്ലേറ്റാണ് അതിൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിലേക്ക് ഈ ബബിൾസ് വരുന്നുണ്ടെന്ന് നോക്കണം. ഇതിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും ഓരോന്നിലേക്കും കറക്റ്റാണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മെറ്റൽ പ്ലേറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് 4 ഇത് നിരത്തി വെച്ച എല്ലാ കണക്ടിവിറ്റിയും അതിനനുസരിച്ച് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നമുക്ക് എക്സ്പ്ലനേഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഓരോ ഏരിയ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഭാഗങ്ങൾ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ ബേസിക് ഏരിയാസ് ഒരിക്കലും മാറിപ്പോരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാ പ്രൊസീജിയേഴ്സും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. കുറച്ച് ലെങ്തിയാണ് വീഡിയോ, അത് ഞാൻ തന്നെ സമ്മതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ഉള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബബിൾസ് വരുന്ന കണ്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബബിൾസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രൊസീജിയർ കറക്റ്റാവുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ മൈന്യൂട്ട് ബബിൾസ് നമ്മൾ അതിൽ നിന്ന് പൊന്തി വരുന്ന കാണാം. വെച്ചിരിക്കുന്ന തുരുമ്പ് അതിൽ നിന്ന് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതാണത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് ഞാൻ വളരെയധികം സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബബിൾസ് നന്നായിട്ട് വരും. ഓക്കെ, ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ബബിൾസ് അതിൽ നിന്ന് വരുന്നുണ്ട്. അഡാപ്റ്ററും സ്വിച്ചിൽ നിന്ന് കറണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്രൊസീജിയർ കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോസസ്സും കറക്റ്റാണ്. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് തന്നെ കാണുന്നത്. ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ജസ്റ്റ് പാരലൽ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഏരിയാസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പാരലലി ഫോൺ പിടിച്ചിട്ട് അത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ആ തുരുമ്പ് വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കണക്ഷൻസ് എല്ലാം ഓക്കെ ആണെന്ന് അതിൻ്റെ അർത്ഥം. ബബിൾസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ബബിൾസ് വരുന്നതാണ് അതിൻ്റെ സക്സസ്ഫുള്ളായി എന്നുള്ളതിൻ്റെ മെയിൻ ഹിൻറ്റ്. ബബിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മൈന്യൂട്ട് ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ ഏരിയയിലും തുരുമ്പ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. പതുക്കെ ബബിൾസ് അതിൽ നിന്ന് വരുന്നുണ്ട്. ഇതിലെ ആ പ്ലേറ്റിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുരുമ്പ് അതിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും. ഞാൻ ജസ്റ്റ് കാണിക്കാൻ ഈ വീലിൽ തന്നെ വീഡിയോ വെച്ചിട്ടുണ്ട്. പതിയെ കളറ് മാറി കംപ്ലീറ്റ്ലി ഈ ഇലക്ട്രോലൈറ്റ് മൊത്തത്തിൽ ബ്രൗണിഷ് കളറാവും. തുരുമ്പിൻ്റെ കംപ്ലീറ്റ്ലി കളറായി മാറും. എന്ന് വെച്ചാൽ ഈ ഇതിലേക്ക് വരുന്ന തുരുമ്പൊക്കെ അതിൽ ഇളകി കിടക്കുന്നതും കാണാം. കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഒട്ടുന്നതിന് പകരം അവിടെ ഇളകിയിരിക്കുന്നതായിട്ടും ഇലക്ട്രോലൈറ്റിൽ ഇളകിയിരിക്കും കുറേ തുരുമ്പുകൾ. ബബിൾസൊക്കെ ഇപ്പം പതിയെ വന്നു തുടങ്ങി. ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ചെയ്യാം. കാരണം പ്രൊസീജിയർ ജസ്റ്റ് ടൈം ലാപ്സിൽ പോലെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ വിശദമായി കാണേണ്ടവർക്ക് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള ഡൗട്ട് വരും. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെ മനസ്സിലാവും എന്നുള്ള ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ലെങ്തി തന്നെ എടുത്തത്. ഓക്കെ, കണ്ടോ ഇപ്പം ബ്രൗണിഷ് കളറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇതാണിപ്പം അതിൽ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഫാസ്റ്റായിട്ട് ഓടിച്ചു നോക്കാം. ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ഓക്കെ ഞാൻ ഇളക്കുമ്പോൾ ആ ബബിൾസ് അവിടെ നിന്ന് ഇങ്ങനെ തുരുമ്പ് ഇളകി പോകുന്നത് കാണുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതാണ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എല്ലാം ഇളകി വരുന്നുണ്ട് തുരുമ്പ്. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഇപ്പം നല്ല രീതിക്ക് ബബിൾസ് വന്നിട്ട് തുരുമ്പ് ഇളകി വരുന്ന നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഓരോ ഇതിൽ നിന്നും കറക്റ്റായിട്ട് ബബിൾസ് വഴി തുരുമ്പ് ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 1 അവറിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇതിലിപ്പോൾ നന്നായിട്ട് നമുക്ക് തുരുമ്പ് നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് അതിൽ നിന്ന്. ഓക്കെ, ഇതാ
കത്തിയിൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 1 ഹവറിന് ശേഷം നല്ല രീതിക്ക് നല്ല കോണ്ടാക്റ്റും വന്നു. പ്രൊസീജിയേഴ്സ് നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ബബിൾസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിൽ നിന്ന് റസ്റ്റ് ഇങ്ങനെ ഇളകി വരികയാണ്. അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ആണ് ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 2 ഹവേഴ്സിന് ശേഷമുള്ളൊരു വീഡിയോ. ഫുള്ളി ബ്രൗൺ ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി. എല്ലാ തുരുമ്പും വന്നടിഞ്ഞ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് എല്ലാം അതിൽ നിന്ന് ഇളകി നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ട്. അപ്പം ഏകദേശം അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3 ഹവേഴ്സ് കഴിയുമ്പോൾ എടുത്ത് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാകാൻ നോക്കുന്ന സ്ഥലത്ത് ബബിള് കാണാം. ആ ഏരിയ നോക്കിയാൽ ബബിള് പൊന്തി വരുന്നതാണ്. ഇപ്പോഴും നല്ല രീതിയിൽ പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ജസ്റ്റ് നമ്മൾ ബബിൾസൊക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഒരു ഇച്ചിരി കാണാൻ പറ്റും. ക്ലാരിറ്റി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അത് പോയിന്ന്. നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഏകദേശം പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനിപ്പം എടുത്ത് മാറ്റാം ഓരോന്നായിട്ട്. ഞാൻ അതിൻ്റെ കണക്ഷനൊക്കെ വിടിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് എടുത്ത് മാറ്റുകയാണ്. ശരിക്ക് നമ്മളിതിൽ ഓരോന്നോരായിട്ട് എടുത്ത് മാറ്റി ഇതെടുത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇലക്ട്രോൾ പ്ലേറ്റിൽ പോസിറ്റീവ് പ്ലേറ്റിലിൽ കംപ്ലീറ്റ്ലി തുരുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് ഐറ്റം ഞാൻ പൊക്കിയെടുത്ത് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ്ലി സാൻഡ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാ തുരുമ്പും കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് തുരുമ്പ് നമുക്ക് കാണാൻ ഇളകി വന്നതായിട്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്യുകയേ വേണ്ടൂ. ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ കൊണ്ട് നമ്മൾ തൊടുമ്പം തന്നെ കംപ്ലീറ്റ് വൃത്തിയാവും. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഉരച്ച് വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കാം. കംപ്ലീറ്റ്ലി ഇപ്പം നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്. അതിന് കത്തിയിലൊക്കെ നല്ല തുരുമ്പുണ്ടായിരുന്ന കത്തിയാണ്. നല്ല രീതിക്ക് പോകുന്നതൊക്കെ അതിൻ്റെ തുരുമ്പിൻ്റെ കറുത്ത കളറാണ്. നേരത്തെ ഒന്നും തൊടുമ്പോൾ പോകുന്നില്ല, നല്ല ഹാർഡായിരുന്നു. ഇതിപ്പോൾ അതുപോലെ തന്നെ കുമ്മായ കത്തിയുടെ മുകളിലുള്ളതും വളരെയധികം തുരുമ്പ് നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. നമ്മൾ തൊടുമ്പം തന്നെ വരയ്ക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീനായി വരുന്നുണ്ട് സംഭവം. ഓക്കെ, ഫൈനൽ റിസൾട്ട് നമുക്കിനി കാണാം. മൂന്നാമത്തെ അതും നല്ല രീതിക്ക് തുരുമ്പുണ്ടായിരുന്നതാണ്. ഇപ്പം നല്ല ഷൈനിങ് ഉണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ഷൈനിങ്ങിൽ നല്ല രീതിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ.